ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പെരുന്നാളിൻ്റെ ഹോളിഡേക്ക് പോയൊരു പ്ലേസാണ് കേട്ടോ. ഇതിവിടെ ഷാർജയിൽ തന്നെയാണ്, ഇവിടെ അടുത്താണ്. പിഗ്മി സൂ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതായത് ഇൻഡോറിൽ അനിമൽസിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. 4 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തിയത്. അത് നൈറ്റ് വരെ ഉണ്ട് കേട്ടോ, ഒരുപാട് ലേറ്റ് ആയ ടൈം വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇവിടെ ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങളൊരു 3 മണിക്ക് ശേഷം 4 മണി 4:30 ആയപ്പോൾ അവിടെ എത്തി. ആദ്യം തന്നെ ഞങ്ങൾ കയറിയ സെക്ഷനിൽ എന്താ പറയുക, ആമ, ഫ്ലെമിംഗോ, സ്വാൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ആമേനെ കണ്ടപ്പോൾ ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് നേരം അതിൻ്റെ അടുത്ത് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആമയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തതായോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പിള്ളേരെയും കൊണ്ട്, അതായത് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഉണ്ട് ഇവിടെ. കഫ്തീരിയകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. നല്ല രസമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആമേനെ ഇത്രയും അടുത്ത് കാണുന്നത്. അപ്പോൾ എനിക്കും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, നല്ല തീറ്റയിലായിരുന്നു. ആമി അതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അവൾക്ക് ചൂടെടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഫ്ലെമിംഗോ, അതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ആ ഫ്ലെമിംഗോയുടെ ഡ്രസ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കണമായിരുന്നു. പിന്നെ ഒരു ഡോങ്കി, അതിനെ ഏറ്റവും അടുത്തേക്ക് പോകാൻ പേടിയായിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവൾ അതിനെ തൊട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെയും കൊണ്ട് പോകാൻ, ആമീനെയും കൊണ്ട് പോകാൻ പറ്റിയൊരു പ്ലേസ് ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാനിത് കണ്ടത്. ആദ്യം ഇത് അജ്മാൻ എന്ന് പറഞ്ഞ പ്ലേസിലായിരുന്നു, പിന്നെ ഷാർജയിലേക്ക് മാറ്റിയതാണ്. ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല. കീരിയുടെ പോലെ ഇരിക്കുന്ന കുറേ ഐറ്റംസും, പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ തന്നെ ഓടി നമ്മുടെ അടുത്തേക്ക് വന്നു. ഫോട്ടോ എടുക്കാനായിട്ട് അവൾ നിന്നപ്പോഴൊക്കെ അത് അനങ്ങാതെ നിന്നോട്ടെ. അതുപോലെ തന്നെ ഞാൻ സെൽഫി എടുക്കാനാന്ന് പറഞ്ഞിട്ടൊരു സെൽഫി വീഡിയോ എടുത്തപ്പോഴും അവരവിടെ അനങ്ങാതെ നിന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പുറത്തേക്ക് ചാടാനായിരിക്കും. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. എനിക്ക് എന്നെ കണ്ടിട്ട് പാവം തോന്നി. എല്ലാവരെയും കൂട്ടിൻ്റെ ഉള്ളിലിട്ട് കണ്ടിട്ട് ചൂട്ടത്തു. ഇവർ ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ. കുറേ നേരം അവൾ അതിൻ്റെ കൂടെ എന്തൊക്കെയോ സംസാരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നേരത്തെ കണ്ട അനിമലിനെ പോലെ തന്നെയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള അനിമലാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ പേരറിയില്ല. ഇത് മൂങ്ങ കുറേ നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് ഫുള്ളിങ്ങനെ അനങ്ങാതെ നോക്കിയിരുന്നു. ഇതിൻ്റെ പേര് മാമോസെറ്റ് എന്നാണ് തോന്നുന്നു. സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് കുരങ്ങാണെന്ന്, പക്ഷേ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുരങ്ങല്ല, വേറൊരു ജീവിയാണെന്ന്. അതിനെല്ലാത്തിനെയും ചെറിയ ചെറിയ ഓരോ കൂടുകളിലൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴുകാൻ ഒരു രക്ഷയില്ല, എന്തൊരു വലുപ്പമാണ്. ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു കേട്ടോ ഇത്. അവൾ അതിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ അതിന് ദേഷ്യം വന്നിട്ട് ചില്ലിലിട്ട് മാന്തും. അത് ഫുള്ള് ചില്ല് മുഴുവൻ സ്ക്രാച്ചാണ്. ഇവർ മാന്തിയിട്ടും കൊത്തിയിട്ടൊക്കെ ഉള്ള സ്ക്രാച്ചുകളാണ്. 3-4 ഉണ്ട് കേട്ടോ. ഭയങ്കര വലിപ്പമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശരിക്കും അതൊന്ന് പറന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആമീനെ വേണമെങ്കിൽ പൊക്കിക്കൊണ്ടു പോകാനുള്ള അത്രയും ശക്തി ഉണ്ട് അതിന്. അത്രയും വലിയൊരു കഴുകൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇതൊക്കെ നമുക്കിങ്ങനെ ഒരു പാസേജ് പോലെ നടന്ന് കാണാൻ ചെറിയ ചെറിയ കൂടുകളിലാക്കിയിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക, നമ്മൾ കൈ ഇട്ട് കഴിഞ്ഞാൽ മാന്തും കടിക്കും എന്നുള്ളൊരു അനിമൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു സൈഡിലൊക്കെ ചില്ലിട്ട് മറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് അതിലേക്ക് കൈ ഇടരുതെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അനിമൽസിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്ര അടുത്തല്ലേ ഇവരെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് പുല്ലൊക്കെ മേടിച്ചിട്ട് ഇവർക്ക് കൊടുക്കാം. ഇത് നല്ല ക്യൂട്ടായിരുന്നു. ഇതിൻ്റെ പല്ല് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നെ തന്നെ നോക്കിക്കായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴും എന്നെ തന്നെ നോക്കിക്കായിരുന്നു. ഇതൊക്കെ ആടുകളാണ്, പക്ഷെ എന്തൊരു മിനിയേച്ചർ, എല്ലാത്തിൻ്റെയും മിനിയേച്ചർ വേർഷൻസ് പോലെ എനിക്ക് തോന്നി. കഴുത ആയിക്കോട്ടെ, ആടായിക്കോട്ടെ. ക്യാമലുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത് കഴുതയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുട്ടിയാണത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ ആട്ടുംകുട്ടീനെ കണ്ടു. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ആട്ടുംകുട്ടിയുടെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ട്, അതുകൊണ്ട് ഞാൻ അതിനെ കുറേ നേരം നോക്കിയിരുന്നു. ഇവള് കഴുതയുടെ അടുത്തൊന്ന് മാറുന്നുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല അവൾ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അവരോട്. ആ അനിമലിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അതിൻ്റെ പല്ല് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്ത്. നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ലൊന്നും മേടിച്ചില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നത് തന്നെ. മേടിച്ച് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് ഇറങ്ങാൻ നേരത്തെ തോന്നി. പിന്നെ നമ്മൾ തിരിച്ച് കയറണ്ടേ, അത്യാവശ്യം സമയമായി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ
അടിപൊളിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആമിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് ലൊക്കേഷനാണ്. ഇപ്പോൾ UAE-യിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പലർക്കും ഇത് അറിയുന്നുണ്ടാവും. ഇപ്പം ഷാർജയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ആദ്യം അജ്മാനിലായിരുന്നു. ഇതും അതുപോലെ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ഒട്ടകത്തിൻ്റെ ചെറിയ വേർഷനാണെന്നാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല, സെർച്ച് ചെയ്ത് നോക്കേണ്ട വരും ഇനി. ഇതിൻ്റെ പല്ലാണ് മെയിൻ ഹൈലൈറ്റ്. ഇതെങ്ങനെ തിന്നണാവോ ഈ പല്ല് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ആമിയാണെങ്കിൽ ആട്ടിൻകുട്ടികളുടെ അടുത്തുനിന്നും ഇതിൻ്റെ അടുത്തുനിന്നും ആ കഴുതക്കുട്ടികളുടെ അടുത്തുനിന്നും മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത്. ഇത് ചെറിയ പശു, നമ്മുടെ വെച്ചൂർ പശുവിൻ്റെ ഒക്കെ പോലെ തോന്നും. പിന്നെ ഇവരെയൊക്കെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നി. ചിലതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ കിട്ടാതെ കിടക്കുന്ന പോലെ തോന്നി. ഏറ്റവും ഫണ്ണിയസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് പാർട്ടും ഇവിടെ വിസിറ്റ് ചെയ്തതിൽ എനിക്ക് ഈ ഒരു സെഷനായത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിറയെ ബേർഡ്സാണ്, അതായത് പാരറ്റ്സ്. അവരിതിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. ഒന്ന് വന്ന് ആമിയുടെ മേത്ത് വന്നിരുന്നു. ഞാൻ വിചാരിച്ചു അവൾ കരയും പേടിക്കുന്നു, കാരണം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഇതിനെ മേത്തേക്ക് വെക്കാൻ പോകുമ്പോൾ. പക്ഷേ ഇവള് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് വെച്ചതായോ, എൻ്റെ ഷോൾഡറിൽ വെച്ചതായോ, തലയിൽ വെച്ചതായോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ നടക്കുമായിരുന്നു. തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പേടിയില്ല അവൾക്ക്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാറ്റേൺ എടുത്തിട്ട് വരുമ്പോൾ അവൾ എനിക്ക് ഷോൾഡറിൽ വെച്ച് താന്നുകൊണ്ട് എൻ്റെ പിന്നാലെ തല്ലുകൂടി വന്നിട്ട് ഞാൻ അതിനെ ഷോൾഡറിൽ വെച്ച് കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നി. ഇവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇതിനെ. ഞാനും അങ്ങനെ 2-3 അടുത്ത് തലയിലും കയ്യിലൊക്കെ വെച്ചു, ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബേർഡ്സിനൊക്കെ ഇത്ര ഇങ്ങനെ നമ്മളടുത്ത്, പാരറ്റ്സിനൊക്കെ ഇതുപോലെ നമുക്ക് അടുത്ത് ഇൻഡോറിലൊക്കെ പോയിട്ട് കണ്ട് കയ്യിലും ഷോൾഡറിലും തലയിലൊക്കെ വെച്ച് എക്സ്പ്ലോർ ചെയ്യണത് ആദ്യമായിട്ടാണ്. പിന്നത്തെ സെഷൻ കാറ്റിൻ്റെ ഡോഗിൻ്റെ സെഷനായിരുന്നു. ഡോഗിൻ്റെ സെഷനിലെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാറ്റിൻ്റെ സെഷനിൽ കുറേ ടൈപ്പ് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഇവളാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വാലുമ പിടിക്കാൻ വേണ്ടി പോയി നടക്കുമായിരുന്നു. പിന്നെ ഒരു രക്ഷയില്ല, ഓസ്ട്രിച്ച് എന്തൊരു വലുതാ. ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്. എന്തൊരു വലിപ്പം. അതിൻ്റെ ഒരു കാല് കൊണ്ട് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു അത്രയും ഡിസ്റ്റൻസിൽ തട്ടി തെറിച്ച് പോകും. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ബേർഡാണ് കേട്ടോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് പേടിയായി. അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നു. അതിന് വിശന്നിട്ടാണ് തോന്നുന്നു, അത് കുറേ നേരം അതവിടെ കിടന്ന് കൊത്തുന്നുണ്ടായിരുന്നു. പിന്നെ മാന്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇതൊരു തരം ആടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോഴേക്കും ആമി അലമ്പായി. ഇത് മുള്ളമ്പന്നിയാണ് കേട്ടോ. ഇതിനൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. ഈ മുള്ളൊക്കെ അത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് വിടില്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് കണ്ടപ്പോൾ തോന്നിയത്. പിന്നത്തെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 റാബിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ റാബിറ്റ്സിനൊന്നും കണ്ടില്ല, ഈ 1-2 കണ്ടുള്ളൂ. അവൾക്ക് പക്ഷേ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പോവാന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അലമ്പായി. അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കഫ്തീരിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് പതുക്കെ ഇറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു. അങ്ങനെയാണ് ഒരു 5:30 സമയം ആവാറായപ്പോഴത്തേക്കും ഈ ഒരു എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റിൻ്റെ ആൾക്കാർ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ കുറച്ചും കൂടി കൂളായി. നേരെ പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങളോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടാണ് അവൾ അവരുടെ കയ്യിൽ പോയി പിടിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ എന്താ പറയുക, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ബണ്ണിയും കൂടെ വന്നു. ഈ ബണ്ണീനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ലേറ്റായി തുടങ്ങിയത് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു വെയിൽ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളൊരു ഉച്ച സമയമാണെന്ന്. പക്ഷെ അല്ല, ഇത് ഇവിടുത്തെ 6:30 സമയമാണ്. ഉറക്കം വന്നു തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് നല്ല ഉറക്കം വന്നു. ടാറ്റ പോവാണ്, സൂവിലാണ്. അല്ല, എവിടെയാണ് പോയെന്ന് ചോദിച്ചപ്പോൾ പാർക്കിൽ പോയി എന്ന് പറഞ്ഞു. സൂവലാന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ വെറ്റ് വൈപ്സ് മുഖം തുടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ. ലാസ്റ്റ് അവൾ ഉറങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇതായിരുന്നു നമ്മുടെ ഒരു പെരുന്നാൾ.